Hi friends, once again welcome everyone our new episode Wilfred Hub. Okay, today I am trying to introduce our new vehicle Royal Enfield Metro 350. Okay, ആക്ച്വലി ഇന്നത്തെ വീഡിയോസിന് ഒരു കുറച്ച് പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് ഇന്നത്തെ കൂടി. കാരണം നമ്മൾ തൃശ്ശൂര് റോയൽ എൻഫീൽഡ് കുരിയച്ചിറ ടാക്സിൽ പോയിട്ടാണ് നമ്മൾ ഇതിന്റെ റിവ്യൂ ചെയ്തേക്കണേ. ഓക്കെ, ആ റിവ്യൂല് എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല, അതായത് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നില്ല, വണ്ടിയുടെ വാക്ക് അറൌണ്ട് റിവ്യൂ ആണ്. അതായത് വണ്ടിയുടെ ഫുൾ റിവ്യൂ വണ്ടിയുടെ ഷോറൂമിന്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പൊ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്നല്ല കേരളത്തിലെ ഇത്ര ഡീപ്പായിട്ട് വേറെ ഏതെങ്കിലും ഈ ഒരു നമ്മുടെ വീഡിയോ ലോഞ്ച് ചെയ്യുന്നവരെ വേറെ ആരെങ്കിലും ഇത്രയ്ക്ക് ഡീപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ഇതാ, കാരണം ഇത്ര ഡീപ്പായിട്ട് നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കില്ല, 100% ഷുവർ ആണ്. അപ്പൊ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ തന്നെ ഓണറാണ് നമുക്ക് ഡീറ്റെയിൽ അടക്കം ഇത്ര ഫുൾ ഡീറ്റെയിൽ ആ മൈന്യൂട്ട് പാർട്സ് അടക്കമാണ് അവർ പറഞ്ഞു തന്നേക്കണേ നമുക്ക് ഫുൾ ഡീറ്റെയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോക്ക് പോകും. കുറച്ച് ലെങ്തി വീഡിയോ ആണ് കേട്ടോ, ഒരു 40 മിനിറ്റ്സ് സംതിങ് ഉണ്ട്. അത് ആക്ച്വലി വേറെ ഒന്നുകൊണ്ടല്ല, ഇത്രയ്ക്ക് ഡീപ്പായിട്ട് പറഞ്ഞു തരുമ്പോൾ അത് ഓടി നമ്മള് ആ ടൈമിങ് ഞാൻ കുറെ എഡിറ്റ് ചെയ്ത് ചെറുതാക്കിയതാണ് 40 മിനിറ്റ്സ് വന്നേക്കണത്. ഇനി എന്നാലും നിങ്ങളൊന്ന് കാണാം, ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ആ വണ്ടിക്ക് മനസ്സിലാവും. പിന്നെ അതിൽ എഡിറ്റ് ചെയ്തപ്പോൾ പോയ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ലോഗോ. കാരണം റോയൽ എൻഫീൽഡിന്റെ ലോഗോ മീൻസ് R എന്ന് പറഞ്ഞേക്കുന്ന ലോഗോ, ആ നമ്മൾ ലോഗോ പല ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ കാണാൻ പറ്റും നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ഉള്ളില് അതിന്റെ ബൾബുമ്മ തന്നെ വരുന്നുണ്ട് R എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ R എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ലോഗോ ചെയിനില്ലേ, ചെയിനിൽ തന്നെ നമുക്ക് R എന്ന് പറഞ്ഞിട്ടുള്ള ലോഗോ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല ഭാഗങ്ങളും അത്ര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും റോയൽ എൻഫീൽഡ് ഈ മെട്രോ 350 ഇറങ്ങിയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ കുരിയച്ചിറ റോയൽ എൻഫീൽഡിലെ നമ്മുടെ വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്കൊരു റൈഡറെ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇത് നമുക്ക് ഡൺലെസ് റോയൽ എക്സ്പേർട്സ് കേരള, അതായത് ഫസ്റ്റ് വുമൻസ് ക്ലബ്ബാണ് കേട്ടോ, വുമൻസ് റൈഡർ ക്ലബ്ബാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആളോട് ചോദിച്ചു നോക്കാം ഡീറ്റെയിൽസ്. മിനിന്നാണ് ഓൾറെഡി റോയൽ എൻഫീൽഡ് ഓടിക്കുന്നത് തന്നെയല്ലേ? ഏതാണ് വണ്ടി വരുന്നത്? എൻ്റെ സ്റ്റാൻഡേർഡ് 500 ആണ് വരുന്നത്. എന്തൊരു അഭിപ്രായം അത് ഓടിച്ചിട്ട്? നല്ല കംഫർട്ടാണ്. ലോങ് ജേർണി ഒക്കെ പോകാറുണ്ടോ? ലോങ് ജേർണി പോകാറുണ്ട്. ഓൾ കേരള പോയിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പൊ ഈ വണ്ടി ഓടിക്കുമ്പോ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ആദ്യമായിട്ട്. ശരി ശരി, ഓക്കെ. എന്തായിരുന്നു അത് ഇപ്പോൾ ഓടിച്ചു വന്നിട്ട് അപ്പൊ അതിന്റെ കുറിച്ച് എക്സ്പീരിയൻസ്? നല്ല കംഫർട്ടാണ്, നല്ല സ്മൂത്ത് ഉണ്ട്. ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ സ്മൂത്താണ്. പിന്നെ പിക്കപ്പ് കൂടുതലായിട്ടുണ്ട് അല്ലേ? വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഇല്ല. വൈബ്രേഷൻ ഒന്നും തോന്നുന്നില്ല. ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ അടുത്ത ഗിയറിലേക്ക് പോയിന്ന് നമുക്ക് ഫീൽ ചെയ്യണില്ല. ഇതിപ്പോൾ നമ്മൾ ഓൾ കേരള ട്രിപ്പൊക്കെ പോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അഭിപ്രായമാണ് കാര്യങ്ങൾ പറഞ്ഞത്. വേറെ എന്തെങ്കിലും കുറച്ചുകൂടി ചെയ്യായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഓടിപ്പിച്ചപ്പോ നല്ല കംഫർട്ട് ഒന്നും വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും. എനിവേ, താങ്ക് യു. ഗുഡ് ഈവനിങ്, എൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ കുരിയച്ചിറ റോയൽ എൻഫീൽഡിൻ്റെ ഡീലർഷിപ്പായ ടാക്സ് ബൈക്സിൻ്റെ ഓണറാണ്.
അപ്പോൾ ഇന്ന് വിൽഫ്രഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ഓഫറിംഗ് ആയ മീറ്റിയോർ 350 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വാഹനം, മീറ്റിയോർ 350. അപ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ മീറ്റിയോർ 350 എന്ന് പറഞ്ഞ മോഡൽ ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, റോയൽ എൻഫീൽഡിൻ്റെ ജെ സീരീസ് പ്ലാറ്റ്ഫോമിലാണ് ഇത് വരുന്നത്. അതായത് ഈ എൻജിനായിരിക്കും ഇനി ഫ്യൂച്ചറിൽ എല്ലാ 350 സീരീസിലും വരാൻ പോകുന്ന എൻജിൻ. ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, കൗണ്ടർ റൊട്ടേറ്റിംഗ് ബാലൻസർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇത് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഷിവറിങ് എന്ന് പറയുന്നത് അശേഷം ഇതിന് ഉണ്ടാവില്ല. പിന്നെ ഒന്നും കൂടി എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടയേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത് സിയറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. സിയറ്റിൻ്റെ 100/90/19 ട്യൂബ്ലെസ് ടയറാണ് ഈ വണ്ടിക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ ഇത് വരുമ്പോൾ നമുക്ക് സേഫ്റ്റി ഫീച്ചറിൽ വരുമ്പോൾ ഇതിന് ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്, ഡ്യുവൽ ചാനൽ. പിന്നെ ഇതിന് ഫ്രണ്ടിൽ 300 mm വെന്റിലേറ്റഡ് ഡിസ്ക് ആണ് വരുന്നത്, വിത്ത് 2 piston കാലിപ്പറാണ് വരുന്നത്. ടയർ സൈസ് കുറവായിരുന്നു ഇതിന്. പിന്നെ ഇതിൻ്റെ ഡിസ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് കുറവായിരുന്നു. അത് മാത്രമാണ് ഇവിടെ വരുന്ന ഒരു ചേഞ്ച് വരുന്നത്. പിന്നെ സസ്പെൻഷൻ്റെ പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് 41 mm ട്യൂബാണ് വരുന്നത്, വിത്ത് 130 mm ട്രാവൽ. ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ട്രാവൽ വരുന്നത് 130 mm ആണ്. ഓക്കെ. പിന്നെ പഴയ വണ്ടിക്ക് വന്നിരുന്നപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് മെറ്റലായിരുന്നു. ഇപ്പോൾ ഇത് വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ. ഇതൊരു പ്ലാസ്റ്റിക് ഫിനിഷിലാണ് ഇപ്പോൾ ഈ ഒരു മോഡൽ വരുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ മേളിലോട്ട് കയറി പോവുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. ഈ ഹെഡ്ലൈറ്റ്സ് എന്ന് പറയുന്നത് ഹാലജൻ ഹെഡ്ലാമ്പ്സ് വിത്ത് ലിയോ വൈറ്റ് DRLs ആണ്. അതായത് ഈ വണ്ടിയുടെ മൊത്തം തീം വരുന്നത് ഒരു റൗണ്ട് ബേസ്ഡ് തീമാണ് വരുന്നത്. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്ലിയർ ഒരു ഐഡിയ കിട്ടും. അതെ അതെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അതെന്ന് വെച്ചാൽ നമ്മുടെ BS6ന്റെ നോംസ് അനുസരിച്ച് നമുക്ക് ലൈറ്റ് കത്തി നിൽക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ കോൺസെപ്റ്റിൽ വരുന്നതാണ്. പിന്നെ ഒന്നും കൂടി എക്സാക്ട്ലി. പിന്നെ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബ്രാൻഡിങ് വരുന്നുണ്ട്, ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വന്നിട്ട് നമുക്ക് റൗണ്ട് തീമിലാണ് വരുന്നത്. ഒരു റൗണ്ട് തീമാണ് മൊത്തം ഈ വണ്ടിയുടെ ഒരു ബേസ് നിൽക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ മുന്നോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. അത് ഡിജിറ്റൽ പ്ലസ് ആനലോഗ് ക്ലസ്റ്റേഴ്സ് ആണ്, വിത്ത് TFT സ്ക്രീൻ ആൻഡ് ട്രിപ്പർ നാവിഗേഷൻ എന്ന് പറയും. ട്രിപ്പർ നാവിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പുതിയതായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും ഒരു ഹോൾഡർ വെച്ചിട്ട് നമ്മുടെ ഫോൺ അതിൽ വെച്ച് നമ്മൾ ഈ വഴി നോക്കി പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതെ, ലോങ് ട്രാവൽ വരുമ്പോൾ നമ്മളെപ്പോഴും ഫോൺ ഇവിടെ വെച്ച് അപ്പോൾ ഓടിക്കുമ്പോൾ ആ ഒരു കംഫർട്ട് ഫീല് സെറ്റ് ആവാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യുക, അതായത് RE ആപ്പിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്ലൂടൂത്ത് ആയിട്ട് ഇത് സിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ഉള്ള ഡീറ്റെയിൽസ് ഈ ഒരു സ്പെഷ്യൽ പോർഷനിൽ കാണിക്കും. അതെ, ഈ സെപ്പറേറ്റ് മീറ്റർ, ഇതിനെ ട്രിപ്പർ നാവിഗേഷൻ മീറ്റർ എന്നാണ് പറയുന്നത്. ഇതിൽ ടൈം ഉണ്ട്, പിന്നെ നാവിഗേഷൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റിൻ്റെ പടം ഇതിൽ വരും. അത് ജസ്റ്റ് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ കാണാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ആദ്യം ഇതിങ്ങനെ വരും, പിന്നെ ഒരു ഹെൽമെറ്റിൻ്റെ പടം വരും. ഓക്കെ. പിന്നെ ഇതിൻ്റെ വേർഷൻ, പിന്നെ ടൈം. ബ്ലൂടൂത്ത് ആയിട്ട് ഇത് പെയർ ചെയ്യുക ചെയ്യണം. പിന്നെ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്റർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത് ആക്ച്വലി ഒരു ഈസി ക്രൂസർ പ്ലസ് ഒരു ഗ്ലോബൽ പ്രോഡക്റ്റ് ആണത്. ഈ ഗ്ലോബൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേ സെയിം ക്വാളിറ്റിയിൽ തന്നെയാണ് പുറത്തേക്കും പോകുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കിലോമീറ്റേഴ്സ് പെർ അവറും ഉണ്ടായിരിക്കും, പ്ലസ് മൈൽസ് പെർ അവർ ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്കി അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നത് ട്രിപ്പ് A, ട്രിപ്പ് B, പിന്നെ F.
ട്രിപ്പ് എഫ് എന്ന് പറഞ്ഞ പുതിയൊരു കോൺസെപ്റ്റ് എക്സാക്ട്ലി. അതായത് നമ്മൾ ഫ്യൂവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര ദൂരം പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും, എഫിൽ അറിയണം. പിന്നെ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഫ്യൂവൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇതിൽ ഫ്യൂവൽ അടിക്കേണ്ട സമയം ഇതിലും ഉണ്ടായിരിക്കും, ഇതിലും ഉണ്ടായിരിക്കും. പിന്നെ നോർമൽ നമ്മുടെ ഏത് ഗിയറിലാണ് എ ബി എസ് ഇത്, പിന്നെ ഏത് ഗിയറിലാണ് നമ്മുടെ നിൽക്കുന്നത് എന്നുള്ളത് ഗിയർ അനുസരിച്ച് നമുക്കിത് മാറും. പിന്നെ എ ബി എസിൻ്റെ ഇതുണ്ടായിരിക്കും. അതായത് ഒരു റോയൽ എൻഫീൽഡിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്തൊക്കെ ആഗ്രഹിച്ചോ അത് മുഴുവനായിട്ട് കമ്പനി ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുപാട് ഇതിന്റെ ആരാധകർക്ക് തന്നെ ആയാലും ഒരുപാട് അവർക്ക് പറയാനായിട്ടുള്ളത് ഇതിന്റെ മീറ്റർ കൺസോൾ ആയിരുന്നു. എപ്പോഴും പഴയ ഒരു വിന്റേജ് സ്റ്റൈലിൽ തന്നെ എപ്പോഴും നിർത്തി കൊണ്ടുപോകാനാണ് കുറച്ച് ഡിഫറൻറ്റ്, കുറച്ചല്ല നല്ല രീതിയിൽ ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴമയിൽ നിന്ന് പുതുമയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പഴമേനെ ഒട്ടും വിട്ടിട്ടില്ല. ആ ഒരു ഇതിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇതൊരു അർബൻ ക്രൂസിംഗ് ആണ്, ഒരു ഈസി ക്രൂസർ. ഒരു അർബൻ ക്രൂസിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക. ഇനി നമ്മുടെ ക്ലാസിക് സീരീസ് വരും, ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റാൻഡേർഡ് സീരീസ് വരും, അതിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു മോഡൽ വരുമ്പോൾ എന്ന് വെച്ചാൽ തണ്ടർബേർഡ് വന്നു, അത് കഴിഞ്ഞിട്ട് തണ്ടർബേർഡ് എക്സ് വന്നു. എക്സ് വന്നപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗിയിലേക്ക്, എന്ന് വെച്ചാൽ ആ തണ്ടർബേർഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, അവർക്കും വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യങ് യൂത്ത്, ഒരു അർബൻ ക്രൂസിങ്, ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്ക് ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണിത് ഇത് വരുന്നത്. യെസ്, അതെ. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഷൻ, അതായത് ഫയർ ബോൾ എന്നാ പറയാം. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ഫയർ ബോൾ എന്നുള്ള പേരിലും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെല്ലാർ എന്നുള്ള പേരിലും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർനോവ. അപ്പം 3 വേരിയൻറ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഫയർ ബോളിൽ വരുമ്പോൾ എല്ലാം ഒരു സോളിഡ് കളേഴ്സ് ആയിരിക്കും. സോളിഡ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ റെഡ് ഉണ്ടായിരിക്കും, യെല്ലോ ഉണ്ടായിരിക്കും. ഇതാണ് യെല്ലോ വരുന്നത്. അതെ. പിന്നെ വണ്ടി ഈസ് എക്സാക്ട്ലി ദ സെയിം, എന്നുവെച്ചാൽ കളറിലുള്ള ചേഞ്ച് മാത്രമേ വരുന്നത്. അതെ, വീലിൻ്റെ ആ ട്രിമ്മുമ്മേ ആ സെയിം വണ്ടിയുടെ ഈ സെയിം കളർ തന്നെ ഇവിടെ വരും. അത് ഈ ഫയർ ബോൾ എന്ന് പറഞ്ഞ സീരീസിൽ മാത്രമേ വരുള്ളൂ, ബാക്കിയുള്ളതിൽ ഇത് വരില്ല. പിന്നെ ഒന്നും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് ഇതിന് വരുന്നത്. ഇത് ഈ പിടിക്കുന്ന ഭാഗമൊക്കെ പിടിച്ചു കഴിഞ്ഞാലും നല്ല സോഫ്റ്റാണ്. പിന്നെ ഈ ലിവേഴ്സ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഏരിയ ഇവർ കൂട്ടിയിട്ടുണ്ട്, ക്വാളിറ്റി നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഈസി വേ ആണ്. പിന്നെ ഒന്നും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നമുക്ക് മേക്ക് യുവർ ഓൺ, MIY, ഓക്കെ, മേക്ക് യുവർ ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരുന്നുണ്ട്, കോൺഫിഗർ ചെയ്യാൻ നമുക്ക്. നമ്മുടെ സന്തോഷ് കുളങ്ങര പറഞ്ഞ പോലെ നമ്മുടെ വണ്ടി അത് യുണീക്കായിരിക്കണം. അത് എങ്ങനെ എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് യുണീക്ക് ആക്കാനുള്ളത്. അപ്പോൾ അത് ആറി ആപ്പാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആറി ആപ്പ് എന്ന് അടിച്ചാൽ മതി. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ രജിസ്റ്റേർഡ് റോയൽ എൻഫീൽഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറാണ് അതിൽ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് നമ്മുടെ പേരിലുള്ള വണ്ടി, ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ അതിൽ വരും. ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ആ വണ്ടി നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായി. അതെന്ന് വെച്ചാൽ കമ്പനി തരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും വെച്ച് നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ അതിൽ വേറൊരു ഗുണം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഒരു ഫയർ ബോൾ വണ്ടി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സീരീസിൽ വരുന്ന വണ്ടികൾ ഏതെങ്കിലും എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേര് നമ്മുടെ ടാങ്കിൻ്റെ ഇവിടെ വെക്കാനുള്ളൊരു ഓപ്ഷനും കൂടി കമ്പനി തരുന്നുണ്ട്. അതായത് കമ്പനിയിൽ നിന്ന് ഫാക്ടറി ബിൽട്ടായിട്ടാണ് വരിക അത്. അപ്പോൾ ഫാക്ടറി ബിൽട്ടായിട്ട് വരുമ്പോൾ ഇപ്പോൾ വിൽഫ്രെഡ് എന്നുള്ള പേര് ഇതിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിക്ക് നമ്മൾ ഈ സാധനം കോൺഫിഗർ ചെയ്ത് ബുക്ക് ചെയ്യുമ്പോൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇറ്റ് ഈസ് സ്പെഷ്യലി മെയ്ഡ് ഫോർ വിൽഫ്രെഡ്. ഇറ്റ്സ് ലൈക്ക് പേര് വരും. ആ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടുന്നു, യുണീക്നെസ് കിട്ടും. ഇതെൻ്റെ വണ്ടിയാണ്, എൻ്റെ പേരടക്കം കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിയ ഒരു വാഹനമാണ് എന്നുള്ളൊരു യു ക്യാൻ ടേക്ക് ദ പ്രൈഡ്. ഓക്കെ, അപ്പം ഇതെൻ്റെ മാത്രമാണ്, ഇതെൻ്റെ ഒരു ക്രിയേഷനാണെന്ന് പറയാം. അതെ. ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് USB ചാർജർ ഉണ്ട്. അത് കൊടുത്തിട്ടുള്ളത് ഇത് ഇവിടെയായിട്ടാണ്, ഇതിലാണ് അതിൻ്റെ USB ചാർജിങ് കൊടുത്തിട്ടുള്ളത്.
അടിയിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് മഴ ഉള്ള സമയത്ത് ഇത് കുത്തിയിട്ട് ഇത് ഓടിക്കരുത്. കാരണം വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫ് അല്ല. അടിയിൽ കൊടുത്തിട്ടുള്ളത്. അടിയിൽ കൊടുത്തിട്ട് നമ്മൾ ഇത് അമർത്തി വെക്കണം. ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ വെക്കണം. ഇത് വാട്ടർ പ്രൂഫ് അല്ല. എക്സാക്ട്ലി. അതെന്ന് വെച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് കംപ്ലൈന്റ് ആവാനുള്ള ഇഷ്യൂസ് ഒക്കെ വരാനുണ്ട്. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം അത് വാട്ടർ പ്രൂഫ് അല്ല എന്നുള്ളത്. അതെ, സജഷനാണ്. അതെ അതെ. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിനി ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോൾ ഓവർ സെൻസേഴ്സ് ഉണ്ട്, പിന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉണ്ട്, പിന്നെ ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. അതൊക്കെയാണ് നമ്മുടെ ഒരു സേഫ്റ്റി ഫീച്ചറിൻ്റെ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ ചാസിയാണ്. ചാസി എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്പെഷ്യൽ ചാസിയാണ് വരുന്നത്. അതെ, നമുക്ക് ഈ വണ്ടിയിൽ വരുന്നത് നമുക്ക് ഒരു റോയൽ എൻഫീൽഡിൽ തന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാസിയാണ്. അതായത് ട്വിൻ ഡൗൺ ട്യൂബ് സ്പൈൻ ഫ്രെയിം എന്നാണ് അതിൻ്റെ പേര്. ട്വിൻ ഡൗൺ ട്യൂബ് സ്പൈൻ ഫ്രെയിം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 2 പീസാണ് ആക്ച്വലി ഈ ചാസി. അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു പീസും അതിൻ്റെ അവിടെ നിന്ന് അടിയിലോട്ട് വേറൊരു പീസുമാണ്. അപ്പോൾ ഇത് മൗണ്ട് ചെയ്തിരിക്കുന്നത് എൻജിൻ കേസുമ്മയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് ഇതൊരു പീസാണ്, ഇവിടെ നിന്ന് അടിയിലേക്ക് വേറൊരു പീസാണ്. ഓക്കെ, ഇത് മൗണ്ട് ചെയ്തിരിക്കുന്നത് എൻജിൻ മിൽക്കാണ്. അപ്പോൾ ഇതിലുണ്ടാവുന്ന ഇൻ കേസ് ഉണ്ടാവുന്ന വൈബ്രേഷൻസ് കംപ്ലീറ്റ് ഇതിലേ പോകും. ഇത് എന്താ പറയുക, ലൈക്ക് അബ്സോർബ് ചെയ്യുമത്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ ഈ വണ്ടിക്ക് കൗണ്ടർ ബാലൻസർ ഷാഫ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അത് വേറെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റൈഡ് ഭയങ്കര ഈസിയായി. പിന്നെ ഇതിൻ്റെ നമുക്ക് എന്താ പറയുക, ആ ഒരു വണ്ടിയുടെ ഒരു ഓടിക്കാനുള്ളതിൻ്റെ സുഖം, കോർണറിങ്ങും ഇതെല്ലാം നമുക്ക് ഒന്നും കൂടി നന്നായിരിക്കും. ഈ ഒരു ഫീച്ചർ ഇതിൽ ആഡ് ആവും. അതെ, എക്സാക്ട്ലി. അതെ, റോയൽ എൻഫീൽഡിന്റെ സീരീസിൽ J പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ഇതിലും കൂടുതലാണ് വരിക. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ എൻജിൻ കമ്പാർട്ട്മെന്റ് വരുന്നത്. എൻജിൻ വരുന്നത് 349cc ആണ്. അതെ, അതായത് നമുക്ക് സാധാരണ വണ്ടിക്ക് 2cc കുറവായിരുന്നു. ഇതിൽ വരുമ്പോൾ 349cc ആണ് വരുന്നത്. ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 20.2 bhp അറ്റ് 6100 RPM ആണ്. അതായത് ഈ 20.2 6100 RPM-ത്തിലും 27 Nm ടോർക്ക് 4000 RPM-ത്തിലുമാണ് ഇതിൽ വരുന്നത്. പിന്നെ എൻജിൻ കൂളിംഗ് സിസ്റ്റം എങ്ങനെയാണ്? നമ്മുടെ എൻജിൻ വരുന്നത് എയർ പ്ലസ് ഓയിൽ കൂൾഡ് ആണ് വരുന്നത്. നമ്മൾ ഓയിൽ എയർ പ്ലസ് ഓയിൽ കൂൾഡ്. ഇതിൽ ഉപയോഗിക്കുന്ന ഓയിൽ സെമി സിന്തറ്റിക് ഓയിലാണ്. 15W50 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഓയിലിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് അത്രയും ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് ഓയിൽ ചേഞ്ച് നടത്തിയാൽ മതി എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡ്രൈ ആയിട്ട് ഓയിൽ ഫില്ല് ചെയ്യുന്നത്, അത് കമ്പനിയിൽ നിന്ന് ഫില്ല് ചെയ്യുമ്പോൾ 2.2 ലിറ്റർ ഓയിലാണ് ഫില്ലാവുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ സർവീസ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് റീഫിൽ ചെയ്യുമ്പോൾ 1.7 ലിറ്റർ ആണ് ആവശ്യം വരുന്നുള്ളൂ. അതെ, 1.7 ലിറ്റർ ആണ് ആവശ്യം വരുന്നത്. അത്രേ വരുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര കോസ്റ്റ് കുറവാണ്. കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് കുറയും. അതെ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ECU ആണ്. ECU എന്ന് പറയുന്ന ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ത്രോട്ടിൽ ബോഡിയിൽ തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത്. ഓക്കെ, ആ ത്രോട്ടിൽ ബോഡിയിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അത്. അതെ, പിന്നെ ബാക്കി ഇതിൻ്റെ ഉള്ളിലാണ് 4 ഫ്യൂസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ അതെ, എക്സാക്ട്ലി. പിന്നെ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിലായിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. അതായത് ബാറ്ററി വരുന്നത് 12 amps 8 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് ഇതിലാണ് കൺസീൽ ചെയ്തിട്ടുള്ളത്. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഫ്യൂസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയുണ്ട്. ഓക്കെ, പിന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നിലോട്ട് വരുമ്പോൾ നമ്മുടെ സസ്പെൻഷൻ, റിയർ സസ്പെൻഷൻ വരുന്നത് 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള
സസ്പെൻഷനാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഹൈറ്റ് അനുസരിച്ചിട്ട് അല്ലേ? എക്സാക്ട്ലി. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിൽഫ്രെഡിന് താല്പര്യമുള്ള രീതിയിലായിരിക്കില്ല എൻ്റെ ഒരു റൈഡിങ് പാറ്റേൺ. അപ്പോൾ അത് ആ വ്യക്തിക്ക് എങ്ങനെയാണോ ഉചിതം അതുപോലെ ആക്കാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ബാക്കും നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. വെന്റിലേറ്റഡ് ഡിസ്ക് തന്നെയാണ്, 270 mm തന്നെയാണ് ഇതിൻ്റെ ഡിസ്ക് പ്ലേറ്റ് സൈസ് വരുന്നത്. സിംഗിൾ പിസ്റ്റൺ ആണ് ഇതിൻ്റെ കാലിപ്പർ വരുന്നത്. സിംഗിൾ പിസ്റ്റൺ ആണ്, ഇതിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. ഓക്കെ. പിന്നെ ഇതിനും ABS ആണ്, ഡ്യുവൽ ചാനൽ ABS ആണ്. ഇതാണ് ABSൻ്റെ സെൻസർ വരുന്നത്. പിന്നെ ബാക്കിലും വൈ ഷേപ്ഡ് അലോയ് ആണ്. നമുക്ക് 140/70/17 ആണ് C8ൻ്റെ ടയർ സൈസ് വരുന്നത്. എല്ലാം C8. ഫ്രണ്ടും ബാക്കും നമുക്ക് C8 തന്നെയാണ്. അതെ. നമുക്ക് ഇതിന്റെ സൈലൻസറിന്റെ കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ടല്ലോ, എസ്പെഷ്യലി ബുള്ളറ്റ്, റോയൽ എൻഫീൽഡിന്റെ. നമുക്ക് ഇതില് കുറച്ച് സൈലൻസർ വേറെ കമ്പനി തന്നെ അവൈലബിൾ ആണ്. നമുക്ക് കമ്പനിയിൽ ലീഗലായിട്ട്, അതായത് ഇപ്പം നമ്മളിപ്പം കോൺഫിഗർ ചെയ്യുന്ന മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കോൺഫിഗർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ ലീഗലായിട്ട് എന്ന് പറയുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോഴും. ഒരു ഫുൾ കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ കോൺഫിഗർ ചെയ്ത് തരുന്ന വണ്ടിക്ക് നമുക്കത് ചെയ്യാമെന്നാണ് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അതെ. അത് ആക്ച്വലി ഇപ്പോൾ കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അത് നമ്മളിവിടത്തേക്ക് വരുത്തിയിട്ടില്ല അത്. അതെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ലീഗൽ ഇഷ്യൂസ് നമ്മളിവിടെ കവറപ്പ് ചെയ്തിട്ടില്ല. അത് വൺസ് അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റോയൽ എൻഫീൽഡ് സ്റ്റോറിലും കിട്ടും, നമ്മളിവിടെ നിന്നല്ല എല്ലായിടത്തും കിട്ടും. അതെ. അതെ. ഞാൻ കണ്ടു മറ്റുള്ള വണ്ടികളുടെ പോലെയല്ല ഇവിടെ റോയൽ എൻഫീൽഡിൽ കൊടുത്തേക്കുന്നത് സ്റ്റിക്കർ ടൈപ്പ് അല്ല. സ്റ്റിക്കർ അല്ല ആക്ച്വലി. ഇത് ഒന്നും കൂടി ഒരു പുറത്തേക്ക് പ്രൊജക്ഷനുള്ള ഒരു ടൈപ്പ് മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒരു സിഗ്നേച്ചർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ നാളെ പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. പിന്നെ നമ്മൾ ഓൺ ചെയ്യണ വണ്ടിയോട് നമുക്കൊരു പ്രൈഡ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ തരുന്ന സാധനം നമ്മൾ ഒരു ഗ്ലോബൽ പ്രോഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ ആ ഒരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷൻ ഫീലും വേണമല്ലോ. അതെ. പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതിൽ പറഞ്ഞു കേട്ടു നമ്മുടെ മീറ്ററിന് വയറല്ല കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കേട്ടു. നമുക്ക് സാധാരണ വണ്ടിക്ക് നമുക്ക് ഈ കിലോമീറ്ററിൻ്റെ ഇത് വരുന്നത് ഒരു കേബിൾ ആയിട്ടാണ്, ഒരു പിനിയനൊക്കെ ആയിട്ടാണ് വരിക. ഇതിൽ നമ്മൾ വേറൊരു രീതിയിലാണ് അത് നമ്മുടെ ABSൻ്റെ വയറിൻ്റെ കൂടെ സെൻസ് ചെയ്തിട്ടാണ് നമുക്കിത് സാധനം വരുന്നത്. ഫ്രോഡ് കാര്യങ്ങൾ ചെയ്യാൻ ഒരു 99% പറ്റില്ല. പിന്നെ ഊരിടാം അത്, പക്ഷെ അത് ഒന്നും കൂടി ആക്യുറേറ്റ് ആയിരിക്കും ബാക്കിലതിനെ അപേക്ഷിച്ച്. എന്ന് വെച്ചാൽ ആ എറേഴ്സ് ഒന്നും വരാനുള്ള ചാൻസസ് കുറവാണ്. നമ്മുടെ എൻജിൻ്റെ പാർട്ടിൽ, ട്രാൻസ്മിഷൻ്റെ പാർട്ടിൽ വരുമ്പോൾ നമുക്ക് ഇത് 5 സ്പീഡ് ആണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത്. ഇതിൽ 4 ഗിയർ എന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും 5th ഗിയർ എന്ന് പറയുന്നത് ഒരു ഓവർ ഡ്രൈവ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ലോ RPM നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാവുന്ന രീതിയിലാണ് ഇത് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. അതെ. അത് 5th ഗിയറിൻ്റെ ഓവർ ഡ്രൈവ് ആയിട്ടുള്ളൊരു ഗിയറാണ് വരുന്നത്. അങ്ങനെ ഒരു ഫീച്ചർ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇതിൽ റോയൽ എൻഫീൽഡ് തന്നെ എടുത്ത് പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 5th ഗിയർ എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രൈവിന് ഉപയോഗിക്കുന്നത്. അതായത് ലോങ് ക്രൂസിങ്ങിന് പോകുമ്പോൾ നമ്മൾ നോർമലായിട്ടുള്ളൊരു സ്പീഡിലാണ് പോവുക. അപ്പോൾ നമ്മൾ ഹൈ ഗിയറിൽ നോർമലായിട്ടുള്ള സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് മൈലേജിൻ്റെ ഒരു ഗുണമുണ്ട്, വണ്ടിയുടെ ഡ്യൂറബിലിറ്റി കൂടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ RPM നമ്മളൊരു ഹയർ റെവിൽ നമുക്ക് ലോ ആയി സ്പീഡ് കുറച്ച് പോവാം. അതെ. അതായത് നമുക്ക് സാധാരണ നമ്മൾ ഓടിക്കുമ്പോൾ ഏത് പാറ്റേണിൽ ഓടിച്ചാലാണ് നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ഒപ്റ്റിമലായിട്ട് നമ്മുടെ ആ ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഭൂരിഭാഗം ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതിന് സെൻസ് ചെയ്യുന്ന രീതിയിലാണ് ആ എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈറ്റ് ആ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ഓവർ റെവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓക്കെ നമ്മൾ ആ ഒരു മൈലേജ് എന്നുള്ള കോൺസെപ്റ്റ് ഇതിൽ കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അത് എക്കോയിൽ പോയാലാണ് അത് ഓൺ ആവുള്ളൂ. ഇൻഡിക്കേറ്റ് ചെയ്ത് നിൽക്കും. ആ സമയത്ത് തന്നെ നമ്മളൊന്ന് റെവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോ ഒന്ന് മാറും, എക്കോ കട്ടാവും. അത്. ലെങ്ത് നമുക്ക് ടോട്ടൽ വരുന്നത് 2140 mm ആണ്. അത് 2140 mm നമുക്ക് വണ്ടിയുടെ ടോട്ടൽ ലെങ്ത് വരുന്നുണ്ട്. അതെ. വീൽ ബേസ് വരുന്നത്
1400 ആണ്. 1400 വരുന്നത്. 1400 mm ആണ് വരുന്നത്. ഹൈറ്റ് വരുന്നത് 1140 ആണ്. 1140. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞു വരുന്നത് 170 ആണ്. ഇതിൻ്റേത് 170 ആണ് വരുന്നത്. നമ്മുടെ വണ്ടിയുടെ ടയറുകളും ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിമാണ്. ആകെ എസ്തെറ്റിക്കലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടാങ്ക് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ആ ഒരു പുറത്തുള്ള കാര്യങ്ങളിലാണ് ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. അതെ, അത് നമുക്ക് ഫയർബോൾ എന്ന് പറഞ്ഞ സീരീസ് വരുമ്പോൾ ആ സീരീസിൽ വരുന്ന എല്ലാ മോഡലുകൾക്കും ടാങ്കിന്റെ സെയിം കളറായിരിക്കും അതിന്റെ വീലിന്റെ റിമും ഉണ്ടായിരിക്കും. അതെ, പരിചയപ്പെട്ടത്. ഈ രണ്ട് വണ്ടിയാണ് നിങ്ങൾക്ക് ഡീലർഷിപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുള്ളൂ. ഓക്കെ, ഇതിന്റെ കൂടെ വരുന്ന കളേഴ്സ് ഉണ്ട്. ആ കളേഴ്സ് നമുക്ക് മേക്ക് യുവർ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്, RE ആപ്പിൽ നിന്ന് മാത്രമാണ് നമുക്ക് കോൺഫിഗർ ചെയ്ത് വാങ്ങാൻ പറ്റുള്ളൂ. യെസ്, അടുത്ത മോഡൽ എന്ന് പറയുന്നത് സ്റ്റെല്ലാർ എന്ന് പറഞ്ഞ മോഡലാണ്. സ്റ്റെല്ലാർ ബേസിക്കലി വണ്ടി എൻജിൻ സൈഡും ബാക്കിയും ഒക്കെ സെയിം ആണ്. വ്യത്യാസം വരുന്നത് ക്രോം എലമെന്റ്സ് കൂടുതലായിരിക്കും. കളേഴ്സ് എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് കളേഴ്സിലേക്ക് ഭൂരിഭാഗം മാറും. പിന്നെ നമുക്ക് ബാക്കിൽ മറ്റേ പില്യൻ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പില്യൻ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഭാഗത്തൊക്കെ ക്രോം ഫിനിഷ് വരും. ഇവിടെ അതെ, ഇവിടെ ഒരു ലോഗോ വരും, ഇതിലൊരു ലോഗോ വരും. അതെ അതെ, ഈ ഒരു ലോഗോയിൽ ചേഞ്ച് വരും. പിന്നെ ഇതിന്റെ പിന്നിൽ റോയൽ എൻഫീൽഡിൽ നിന്ന് എൻഗ്രേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. റോയൽ എൻഫീൽഡ് എന്നുള്ളത് എൻഗ്രേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെ, പിന്നെ നമ്മുടെ എക്സോസ്റ്റുകൾ വന്നിട്ട് ക്രോം ഫിനിഷിലേക്ക് മാറും. വ്യത്യാസം വന്നിട്ടുണ്ട്, അത് ക്രോം ഫിനിഷിലേക്ക് മാറും. മറ്റേ ബ്ലാക്ക് ആയിരുന്നു. ഇതിന്റെ ഇതൊരു ഒന്നും കൂടി ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. ലിവേഴ്സ് ഇതെല്ലാം വന്നിട്ട് നമുക്ക് ഒരു ക്രോം ഫിനിഷിലേക്ക് വരും. റിയർ വ്യൂ മിറേഴ്സ് ആണെങ്കിലും ഇത് എല്ലാ ഒരു ക്രോം എലമെന്റ്സ് ഇതിൽ കൂടുതലായിരിക്കും. ഇല്ല, മീറ്റർ കൺസോള് നമ്മുടെ വണ്ടി എന്ന് പറയുന്ന ടോട്ടൽ ഇത് നോക്കുമ്പോൾ എല്ലാം സെയിമാ. ആകെ വ്യത്യാസങ്ങൾ വരിക ഈ പുറത്തുള്ള ഫീച്ചേഴ്സ്, അതായത് ഈ ക്ലച്ച് ലിവേഴ്സ്, ടാങ്ക്, സീറ്റ്, പിന്നെ ബാക്ക് മറ്റേ പില്ലിയനുള്ള സപ്പോർട്ട്, പിന്നെ കളേഴ്സിലുള്ള ചേഞ്ച്, അതല്ലാതെ വേറൊന്നും. ബാക്ക് സീറ്റ് നമുക്ക് വേണമെങ്കിൽ ഇത് സിംഗിൾ ആക്കിയിട്ട് ഉപയോഗിക്കാം. ഇത് വേണമെങ്കിൽ ഊരി വെക്കാവുന്നതാണ് ബാക്ക് സീറ്റ്. ഇത് സെപ്പറേറ്റ് ഇതിലാണ് കണക്ഷൻ വന്നിട്ടുള്ളത്. അതെ, നമ്മുടെ ക്ലാസിക്കൽ സിംഗിൾ സീറ്റ് ആക്കണ പോലെ ഇത് വേണമെങ്കിൽ സിംഗിൾ സീറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതെ അതെ അതെ. ഈ വണ്ടിയുടെ പേരാണ് സൂപ്പർ നോവ. അതായത് ഇതിന്റെ ഹൈ എൻഡ് മോഡൽ എന്ന് പറയാം. ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ വരുമ്പോൾ ഈ ഒരു ഷീൽഡ് ഉണ്ടായിരിക്കും, വിൻഡ് ഷീൽഡ്. അതെ, ഇതിന്റെ കൂടെ ഒരു വിൻഡ് ഷീൽഡ് ഇൻബിൽഡ് ആയിട്ട് വരും. പിന്നെ ഒരു നെക്സ്റ്റ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ സീറ്റ്സ് വന്നിട്ട് ഒരു ടാൻ കളറിലേക്ക് മാറും. നോർമൽ സീറ്റ്സിനെ വിട്ടിട്ട് ഒരു ടാൻ കളറിലേക്ക് മാറും. പ്ലസ് ഇതിൻ്റെ ഇവിടെ സൈഡിലൊരു പൈപ്പിംഗ് വരും. ഓക്കെ, പിന്നെ നമ്മുടെ അലോയിയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ അലോയ് എന്ന് പറയുന്നത് വൈ ഷേപ്ഡ് അലോയ്, മെഷീൻഡ് അലോയ് ആണ് വരുന്നത്. ഇതിൽ മെഷീൻഡ് അലോയ് നമ്മൾ ആ സാധാ ഫയർബോളിലും സ്റ്റെല്ലാറിലും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് അലോയ് ആയിരുന്നു. ഇതിൽ വന്നപ്പോൾ അത് മെഷീൻഡ് അലോയ് ആയി. അതെ, ബാക്കി എല്ലാ കാര്യങ്ങളും എക്സാക്ട്ലി ദ സെയിം. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ റിഫൈൻമെൻറ്റും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ഒരു ഗിയർ ഷിഫ്റ്റൊന്നും നമ്മൾ പെട്ടെന്ന് അറിയില്ല. അത്രയും റിഫൈൻഡ് ആണ് ഇതിൻ്റെ ആ ഒരു ടെക്നോളജി വന്നിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 120+ ആണ് ഇതിൻ്റെ ഒരു ഷിവറിങ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതിൻ്റെ മെയിൻലിയുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൗണ്ടർ റൊട്ടേറ്റിംഗ് ബാലൻസ് ഷാഫ്റ്റും പിന്നെ ആ നമ്മുടെ ചാസിയുടെയും പ്രത്യേകതയാണ്. പിന്നെ ആ ഷിവറിങ് കിട്ടുന്നത് ഫുഡ് പാക്ക് മില്ലിയേ കിട്ടുള്ളൂ.
ഫ്രണ്ട്സ് ചേട്ടാ, അതെ, നമുക്ക് ഇവിടെ ഒരു കസ്റ്റമർക്ക് വന്നിട്ട് ഷോറൂമിൽ വന്നിട്ട് എസ്പെഷ്യലി നമ്മുടെ ടാക്സ് കുരിയച്ചിറ ഷോറൂമിലേക്ക് വന്ന ഒരു കസ്റ്റമർ, അപ്പോൾ അവർക്ക് കണ്ടു, അപ്പോൾ അവർക്ക് ഈ റെഡും യെല്ലോ മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അവർക്ക് ഇതല്ല, വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ? നമ്മുടെ ആ പ്രൊസീജിയർ വരുന്നത് നമുക്ക് സാധാരണ ഒരു ഡീലർഷിപ്പിലേക്ക് വരുമ്പോൾ, അതിപ്പോൾ ടാക്സ് കുരിയച്ചിറ നമ്മുടെ ഡീലർഷിപ്പും അല്ല, ഏത് ഡീലർഷിപ്പിൽ പോയി കഴിഞ്ഞാലും നമുക്ക് മൊത്തം ഈ വണ്ടിയിൽ 15 കളേഴ്സാണുള്ളത്. അതിൽ 7 കളേഴ്സ് മാത്രമാണ് എല്ലാ സീരീസും, ഓവറോൾ എല്ലാ സീരീസും കൂടി 7 കളേഴ്സ് മാത്രമാണ് നമുക്ക് ഡയറക്റ്റ്ലി നമുക്കൊരു ഡീലർഷിപ്പിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 7 കളറാണ്, അതായത് ഫയർബോളിലും സ്റ്റെല്ലാറിലും സൂപ്പർനോവയിലും കൂടിയിട്ട് 7 കളറാണ് നിങ്ങൾക്ക് ഒരു ഡീലർഷിപ്പിൽ നിന്ന് ഡയറക്റ്റ്ലി ചെന്ന് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് വേറെ ആണെന്നുണ്ടെങ്കിൽ RE ആപ്പിൻ്റെ, അതായത് മേക്ക് ഇറ്റ് യുവർ സെൽഫ് MIY എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫയർ ബോൾ എന്ന് പറഞ്ഞ ഈ മോഡലിൽ നമുക്ക് 2 കളറ് യെല്ലോവും റെഡും മാത്രമാണ് ഒരു ഡീലർഷിപ്പിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിലും നമുക്കതിൽ ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഇത്രയും കളേഴ്സ് നമുക്കിതിൽ വേറെ അവൈലബിൾ ആണ്. അതെ, അതായത് ബ്ലാക്ക്, ഗ്രേ, വൈറ്റ്, ഗ്രീൻ, ബ്രൗൺ, ഇത്രയും കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതെ, ഇത് ഫയർ ബോൾ എന്ന് പറഞ്ഞ മോഡലിൽ. ഓക്കെ, അതെ, ഇത് ഈ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കളേഴ്സ് മുഴുവൻ നമുക്ക് REയുടെ ആപ്ലിക്കേഷനായ MIY, അതായത് മേക്ക് ഇറ്റ് യുവർ സെൽഫിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സ്റ്റെല്ലാർ എന്ന് പറഞ്ഞ മോഡലിൽ. സ്റ്റെല്ലാർ എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് സ്റ്റോക്ക് കമ്പനിയിൽ നിന്ന് വരുന്ന കളേഴ്സ് എന്ന് പറയുന്നത് റെഡും ബ്ലൂവും ബ്ലാക്ക് മാറ്റാണ് വരിക. അതായത് നമുക്ക് ഡീലർഷിപ്പിൽ കിട്ടും, അത് നിങ്ങൾ നേരിട്ട് ചെന്ന്. അതെ അതെ, ഓക്കെ. അതിൽ വരുന്നത് നമുക്ക് റെഡ്, ഈ പറഞ്ഞ പോലെ ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് മാറ്റ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെഡ് എന്ന് പറഞ്ഞ കളറാണ്. അതെ, ഇനി ഇത് മേക്ക് ഇറ്റ് യുവർ സെൽഫിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ പ്യുർ ബ്ലാക്ക് ഗ്ലോസിയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സൂപ്പർനോവ എന്ന് പറഞ്ഞ മോഡലാണ്. ആ മോഡലിൽ നമുക്ക് ഡീലർഷിപ്പിൽ പോയിട്ട് ബുക്ക് ചെയ്യാവുന്ന 2 കളേഴ്സാണുള്ളത്. ഒന്ന് ബ്ലൂ, നമ്മൾ നേരത്തെ കണ്ട ബ്ലൂ, എക്സാക്ട്ലി പുറത്ത് കണ്ട ബ്ലൂ, പിന്നെ ഒരു ബ്രൗൺ കളറുണ്ട്. ഓക്കെ, പിന്നെ ഇത് രണ്ടുമാണ് നമുക്ക് ഡീലർഷിപ്പിൽ ഡയറക്റ്റ്ലി പോയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാവുന്ന 2 മോഡൽസ്. ഇനി അതിനുപരിയായിട്ട് നമുക്കൊരു ബേജ് കളർ വരുന്നുണ്ട്, ഒരു സിൽവർ കളറും കൂടി വരുന്നുണ്ട്. ഈ സൂപ്പർനോവയുടെ പ്രത്യേകത വരുന്നത് എല്ലാം ഡ്യുവൽ ടോൺ ആയിരിക്കും. അതെ, നമ്മൾ ഇൻ്റർസെപ്റ്ററിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേക്കർ എക്സ്പ്രസും റാവിഷിംഗ് റെഡൊക്കെ വരുന്ന പോലെ ഡ്യുവൽ ടോൺ കളേഴ്സാണ് നമ്മുടെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള സൂപ്പർനോവയിൽ വരുന്നത്. അതെ അതെ. പ്രൈസ് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഫീച്ചേഴ്സ് വൈസ് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു പ്രൈസിങ് ഒരു ഏരിയ വരുമ്പോൾ ഞാൻ പറഞ്ഞു. നമുക്ക് വെയിറ്റ് വരുന്നത്, ടോട്ടൽ വണ്ടിക്ക് വെയിറ്റ് വരുന്നത് 191 kg ആണ്. 191 കിലോ ആണ് നമ്മുടെ വണ്ടിയിൽ ഡ്രൈ ആയിട്ടുള്ള വെയിറ്റ് വരുന്നത്. അതെ, 191. അതെ, നമ്മുടെ ഇൻ്റർസെപ്റ്ററും ബാക്കിയുള്ളതൊക്കെ വരുന്നത് 202 ആ റേഞ്ചിലേക്കാണ് വരുന്നത്. അതെ, ഓൾമോസ്റ്റ് ലൈക്ക് എക്സാക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. അതെ, ഇനിയിപ്പോൾ നമ്മളൊരു പ്രൈസിങ് ഫാക്ടറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫയർ ബോൾ എന്ന് പറഞ്ഞ മോഡൽ, അതായത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ, നമുക്ക് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 1,77,123. അതെ, 1,77,123 അതാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അതിൻ്റെ ഓൺ റോഡ് വരുമ്പോൾ 2,07,396. ഇതിൽ
ഇതില് കളറിന് നമുക്ക് അഡീഷണൽ പ്രൈസ് ആണ് കൂടുതലൊന്നും ഇല്ലല്ലോ. ഇല്ല 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 കളറിന് പ്രൈസ് ഇല്ല. പിന്നെ നമ്മുടെ ബുള്ളറ്റിന്റെ പോലെ ഇതിന് ഈ കാണുന്ന എല്ലാ അതായത് ക്രാഷ് കാർഡ് അത് സെപ്പറേറ്റ് കിട്ടില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്? ഇതിന് ക്രാഷ് കാർഡ് എല്ലാ മോഡൽസും വരുന്നുണ്ട്. നമുക്ക് ആപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാഷ് കാർഡിൻ്റെ മോഡൽസ് ആസ് ഓഫ് നൗ കാണാം. കാരണം വെച്ചാൽ ഡീലർഷിപ്പുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആപ്പ് എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡ്രീം രീതിയിലേക്ക് അത് സെറ്റ് ചെയ്ത് വയ്ക്കാമല്ലോ. വാങ്ങുന്നതിന് മുമ്പ് എൻ്റെ വണ്ടി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നേരിൽ കാണാനുള്ള ഒരു ഓപ്ഷനാണ് ആപ്പ് നിങ്ങൾക്ക് തരുന്നത്. അത് ഒരു വളരെ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡുകളിലും ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഓക്കെ എൻ്റെ വണ്ടി ഞാൻ വാങ്ങാൻ പോകുന്ന വണ്ടി ഇങ്ങനെയാണ് എന്ന് നമുക്ക് നേരത്തെ കൂട്ടി കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് കിട്ടും. ആപ്പിൽ കൂടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എൻഡ്ലെസ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അതെ, ആപ്പ് റോയൽ എൻഫീൽഡിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ മോഡൽസും അതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് വണ്ടീനെ കുറിച്ച്. പിന്നെ അവർക്ക് നേരിട്ട് കണ്ടിട്ട് ഓക്കെ ആ വണ്ടിയുടെ ടച്ച് ഫീല് മാത്രമാണ് ഒരു ആബ്സെൻസ് ഉണ്ടാവുക ആപ്പിൽ. അപ്പോൾ ആ ഒരു ടച്ച് ഫീലും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കസ്റ്റമർ ഇസ് ഓൾമോസ്റ്റ് സെറ്റ്. ഓക്കെ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വണ്ടിന്ന് അവർക്ക് ഒരു ഐഡിയ അപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ആസ് എ ഡീലർ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ ഈ കൊറോണയുടെ സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ വെച്ചിട്ടും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും ഒന്നും കൂടി ടച്ച് ഫീൽ കിട്ടണമെങ്കിൽ നമുക്ക് ഡീലർഷിപ്പിൽ തന്നെ പറഞ്ഞു. അതെ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് സ്റ്റെല്ലാർ എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. അതെ, അതായത് നമ്മൾ നേരത്തെ കണ്ട ആ റെഡ് കളറാണ് വരുന്നത്. ആ സ്റ്റെല്ലാർ എന്ന് പറഞ്ഞ മോഡൽ വരുമ്പോൾ നമുക്ക് എക്സ് ഷോറൂം വരുന്നത് 1,82,677 അതായത് 1,82,677. അതിൻ്റെ ഇത് എക്സ് ഷോറൂം പ്രൈസാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ റോഡ് ടാക്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഓൺ റോഡ് വരുമ്പോൾ 2,13,666 2,13,666 രൂപയാണ് നമുക്ക് സ്റ്റെല്ലാർ എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിന് വരുന്നത്. അതെ. ഇത് അടുത്ത മോഡൽ എന്ന് പറയുന്നത് സൂപ്പർ നോവ എന്ന് പറഞ്ഞ മോഡലാണ്. അതെ, സൂപ്പർ നോവ നമ്മൾ നേരത്തെ കണ്ട വാഹനമാണ്. അതെ, അതായത് നമ്മുടെ സൂപ്പർ നോവയിൽ വരുന്ന പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു, എന്നാലും ഒന്നും കൂടി പറയുകയാണ്. നമുക്ക് മെഷീൻ്റെ അലോയ്സ് ആണ് വരിക. പിന്നെ ഫ്രണ്ടിലൊരു വിൻഷീൽഡ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ സീറ്റുകൾ ടാൻ കളറിലുണ്ട്. പിന്നെ അതിൻ്റെ സീറ്റിങ്ങിനൊരു പൈപ്പിംഗ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് ആ സൂപ്പർ നോവ എന്ന് പറഞ്ഞ മോഡലിലുള്ള ഒരു ചേഞ്ച് വരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പ്രൈസിങ് ഫാക്ടറിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1,91,929 അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അതെ, അതിൻ്റെ തന്നെ ഓൺ റോഡ് വരുമ്പോൾ 2,24,111 2,24,111. അതെ. നമുക്കിപ്പോൾ ഇതിനിപ്പോൾ ഒരുപാട് ബുക്കിംഗ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ബുക്കിംഗ് വരാൻ നമുക്ക് അവൈലബിൾ ആണോ? അതായത് നമ്മൾ ആദ്യത്തെ 5,000 കസ്റ്റമേഴ്സിന് ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് പറഞ്ഞിട്ടുള്ളത് 1 മാസത്തിനുള്ളിൽ വണ്ടി കൊടുക്കുന്നതാണ്. അതെ. ഈ പറഞ്ഞ മീറ്റിയോർ സീരീസിലുള്ള ഏത് മോഡൽ നിങ്ങൾ ബുക്ക് ചെയ്താലും വിത്തിൻ 1 month 30 daysനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി തരുന്നതാണ് റോയൽ എൻഫീൽഡ് നമ്മുടെ അടുത്ത് ഉറപ്പ് തന്നിട്ടുള്ളത്. അതെ, അത് മേക്ക് ഇറ്റ് യുവർ സെൽഫേ കൂടെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പ്രയോറിറ്റി ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളിവിടുന്ന് ബുക്ക് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടി ഫാസ്റ്റായിട്ട് അവർക്ക് അവിടെ അവരുടെ പ്ലാനിങ് നടത്താൻ പറ്റും ബുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ മേക്ക് ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് എല്ലാവരും ഉപയോഗിച്ച് നോക്കണമെന്നാണ് നമ്മുടെയൊക്കെ ഒരു റിക്വസ്റ്റ്. അതെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുരിയച്ചിറ റോയൽ എൻഫീൽഡിലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഇവിടുത്തെ ഓണർ തന്നെ ആയിട്ടുള്ള കുരിയച്ചിറ റോയൽ എൻഫീൽഡ് ടാക്സിലെ ഓണറിനായിട്ടുള്ള ഫ്രാൻസിസ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ആളാണ് നമുക്കിന്ന് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ നമ്മളോട് പറയാറുള്ളത് നമ്മുടെ ഇവിടുത്തെ ടീം ലീഡറായിട്ട് ക്ലിൻറ്റൺ ആയിരുന്നു. അപ്പോൾ ഒന്ന് ചേഞ്ച് വരുത്തി. അപ്പോൾ ഞാൻ ഫ്രാൻസിസ് ചേട്ടന് ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ. നമുക്ക് ഫുൾ ഡീറ്റെയിൽ നിങ്ങൾ ഈ ഒരു റിവ്യൂ മലയാളത്തിൽ തൃശ്ശൂർ നല്ല കേരളത്തിൽ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇത്രയ്ക്ക് ഫുൾ റിവ്യൂ ആയിട്ട്. അപ്പോൾ ഞാൻ ആളുടെ കൊടുക്കാം. അപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ.
അപ്പോൾ വിൽഫ്രഡിനും വിൽഫ്രഡിൻ്റെ ചാനലിനും എൻ്റെ എല്ലാവിധ ആശംസകളും. പിന്നെ എനിക്ക് വിൽഫ്രഡിനോട് ഒരു കാര്യം പറയാനുള്ളത്, ഇതുപോലൊരു അവസരം തന്നതിന് ഞാൻ അങ്ങോട്ടാണ് നന്ദി പറയേണ്ടത്. അപ്പോൾ താങ്ക് യു വിൽഫ്രഡ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പുള്ളിക്കാരൻ്റെ എല്ലാ വീഡിയോസും കാണാനും ആളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈവൻ ഓൺ ബിഹാഫ് ഓഫ് വിൽഫ്രഡ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ക്ലിൻ്റൺ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലിൻ്റനെ ഒന്ന് ആരാധകരുണ്ടെന്നാണ് ക്ലിൻ്റനും വിൽഫ്രഡൊക്കെ പറയുന്നത്. അപ്പോൾ ക്ലിൻ്റൺ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അടുത്തത് ക്ലിൻ്റൺ നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കും. അപ്പോൾ എനിവേ താങ്ക്സ് എ ലോട്ട്. അപ്പോൾ വണ്ടി കാണുക, ടെസ്റ്റ് ഡ്രൈവിന് താല്പര്യമുള്ള ആൾക്കാർ ഇവിടേക്ക് നമ്മുടെ ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. സൺഡേയ്സും ഞങ്ങൾ ഓപ്പൺ ആണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാം. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിൻ്റൻ്റെ നമ്പർ കൊടുക്കാറുണ്ട്. ഇനി സെയിൽസ് മാത്രമല്ല, സർവീസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ തന്നെ വിളിച്ചിട്ട് ക്ലിൻ്റനോട് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ സർവീസ് ടീമിലേക്ക് എത്തിക്കിട്ടും. അപ്പോൾ അതിനുള്ള എന്ത് കറക്റ്റീവ് മെഷേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബറുടെ കൂടെ ഒരു ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യണത്. അപ്പോൾ എനിവേ താങ്ക്സ് വിൽഫ്രഡ്, താങ്ക്സ് എ ലോട്ട്, താങ്ക് യു. സാർ, നമുക്ക് തോന്നുന്നു നമ്മുടെ സർവീസ് സെൻ്ററാണ് അത്യാവശ്യം വലിപ്പം, ഇത്ര ഒരു 15 വണ്ടിയോളം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ. നമുക്ക് ടോട്ടല് നമ്മുടെ സ്പാൻ വരുന്നത് 9000 സ്ക്വയർ ഫീറ്റ് ആണ് കാർപ്പറ്റ് ഏരിയ വരുന്നത് നമ്മുടെ സർവീസ് സെൻറ്ററിൻ്റെ. അത് ആക്ച്വലി ഇത് സർവീസ് സെൻറ്ററിന് വേണ്ടി പണിതല്ല, നമ്മൾ ആക്ച്വലി ഗോഡൗണിന് വേണ്ടിയാണ് പണിത്. പിന്നെ റോയൽ എൻഫീൽഡ് എടുത്തപ്പോൾ അത് അങ്ങനെ തന്നെ ഒരു സർവീസ് സെൻറ്റർ ആക്കി. അതെ, ഞാൻ പതുക്കെ ക്യാമറയുടെ പിന്നിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ താരമായ ക്ലിൻ്റൺ വരട്ടെ എന്ന് ഇതാക്കുന്നു. ആള് വരുന്നില്ല എന്നൊക്കെയാണ് പറയണേ. നമ്മുടെ ക്ലിൻ്റൺ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ ഒരു വട്ടം കൂടി കണ്ടതിൽ സന്തോഷം. അപ്പോൾ നമ്മുടെ പ്രോപ്പർ എല്ലാ എക്സ്പ്ലനേഷനും നമ്മുടെ സാറ് നമ്മുടെ ഒപ്പം സപ്പോർട്ടായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബുക്ക് ചെയ്യാനും ടെസ്റ്റിന് വേണ്ടിയിട്ടും സർവീസിന് വേണ്ടിയിട്ടും കോൺടാക്ട് ചെയ്യുന്ന നമ്പർ, എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ഇനി എനി ടൈം എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. സൺഡേ എല്ലാ ടൈം ഫുൾ ടൈം നമ്മൾ ഓണാണ്. സോ എനി ടൈം എപ്പോൾ വേണമെങ്കിലും എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും വിളിക്കാം. ഗുഡ് സർവീസ് ആണ്. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എൻ്റെ വണ്ടി എടുത്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ്, നമ്മുടെ ഇലക്ട്ര എടുത്തിരിക്കുന്നത് ഇവിടെ തന്നെ. ഇൻ്റർവെൽ നോക്കുമ്പോൾ ഫസ്റ്റ് സർവീസ് വരുന്നത് 500 അല്ലെങ്കിൽ 45 days ആണ്. സെക്കൻഡ് സർവീസ് വരുന്നത് 5000 ഇല്ലെങ്കിൽ 6 months ആണ്. പിന്നെ തേർഡ് സർവീസ് വരുന്നത് 10,000 ഇല്ലെങ്കിൽ 1 year ആണ്. ഇപ്പോൾ 500 ഓയിൽ ചേഞ്ച് ചെയ്താൽ അടുത്ത ഓയിൽ ചേഞ്ച് വരുന്നത് 10,000 കിലോമീറ്ററിലാണ്. സോ ഈച്ച് ആൻഡ് എവറി 10,000 കിലോമീറ്ററിലാണ് ഓയിൽ ചേഞ്ച് വരുന്നത്. ബട്ട് 6 months ആകുമ്പോൾ ജസ്റ്റ് ഒരു ജനറൽ ചെക്കപ്പ് ഉണ്ടാവും, ചിലപ്പോൾ ഓയിൽ റീഫിൽ ചെയ്യാനും. സോ ഒരു ജനറൽ ചെക്കപ്പ്, കാരണം 10,000 പറയുമ്പോൾ കുറേ ഗ്യാപ്പ് ആയില്ലേ. സോ അത് കാരണം ജസ്റ്റ് ഒരു 5,000 കിലോമീറ്റർ ഇല്ലെങ്കിൽ 6 months ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ജനറൽ ചെക്കപ്പ് ഉണ്ടാവും.